ഏരമ്മ ക്യാമറ ഒക്കെ അവിടെ ഓപ്പറേറ്റ് ചെയ്തോളാം. ക്യാമറ ഓപ്പറേഷനെ സഹിക്കാൻ പറ്റാത്ത ഇവിടെ. ലാംഗ്വേജ് പ്രോബ്ലം ആണോ? താങ്ക് യു. എന്റെ കുട്ടി ഡാഡനോട് വേണമെന്ന് ചോദിച്ചാ താങ്ക് യു. മതി കാണിച്ചാൽ മതി. ഓക്കെ, നൈസ് ആൻഡ് ജ്യൂസി ചിക്കൻ. ലുക്ക്. ഗുഡ് മോർണിംഗ് ഗായ്സ്. താങ്ക് യു ഏടമ്മ. താങ്ക് യു. താങ്ക് യു ഫോർ ദ ഡമ്മി HMA. ഓ താങ്ക് യു. ദാറ്റ്സ് സോ നൈസ് ഓഫ് യു. തിരിച്ചു പഠിക്കരുത്. താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഗെറ്റ് റെഡി. മലയുടെ മുകളിൽ കുറുക്കം കയറിയിരിക്കുന്ന പോലെ ഉണ്ടല്ലോ ഇവിടെ നിന്ന് കാണുമ്പോൾ. താങ്ക് യു മാം. അമ്മ ആർ യു ഓക്കെ? യു സ്റ്റിൽ സിക്ക്? ഓ ട്രൂ. ഇവള് പറയുന്നുണ്ട് സിക്ക് ആണെന്ന്. ഇന്നലെ ഒരു ഫുൾ ഡേ നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഇന്നലെ റെസ്റ്റ് ഡേ എടുത്തു. പ്രിങ്ങു അല്ല ഗോൾഡ് ഇന്നലെ സിക്ക് ആയിരുന്നു. ഇവിടെ കിടപ്പായിരുന്നു. ഒരു വീഡിയോ എടുത്തായിരുന്നു ഇവിടെ കിടക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കണ പോലും കാണാത്ത രീതിയിൽ. എന്താണ് കുഴപ്പം? ടമ്മി ബഗ്, ഫ്ലൂ, എന്തോ നോറോ വൈറസോ കുഞ്ഞാണി വൈറസോ അങ്ങനെ വല്ല വൈറസ് ആയിരിക്കും. ഡോണോ. ഓക്കെ, ഈ രണ്ട് വൈറസുകളെ കൊണ്ട്. അപ്പൊ ഇന്ന് വർക്ക് ഫ്രം ഹോം ചെയ്യണ്ട? ഇന്ന് സിക്കാ? ഓ ട്രൂ. ഇന്നലെ രാത്രി ഇന്റെ മേല് വന്നിട്ട് തണുക്കണമെന്ന് പറഞ്ഞിട്ട് ഇന്റെ മേല് വന്ന് കേട്ട് ഇന്റെ ഉറക്കം കളഞ്ഞു. താങ്ക് യു. നോ ഈ മേ നോ. ചെറുപ്പത്തില് കുട്ടികൾ രാവിലെ സ്കൂളിൽ പോണ ദിവസം പഠിക്കുന്നുണ്ടാ സാമൂഹ്യ ശാസ്ത്രം ഞങ്ങളുടെ കേരളത്തിന്റെ പ്രതിഭല്ലേ മജനെ വേണ്ട ചെല്ലുമ്പോട്ടെ സാധനം വന്നിട്ട് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹത്തിന് പോയേ അല്ലേ? അതുപോലെയാണ് ഇവിടെ ഏർമ്മ എസ്മ. 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. കിട്ടണ എന്റെ കൈ പിടിക്കാൻ വരിക. കിട്ടണ അവിടെ കിടന്നിട്ട് നിന്റെ കണ്ണ് മാന്തി പറിക്കുക. അടിക്കാൻ ചെല്ലുമ്പോ കൈയോ പിടിക്കുക. ഉമ്മയും ഉപ്പയൊന്നും ഇല്ല ഇവിടെ. നെയ്യ് അടി കിട്ടുമ്പോ വേണ എന്റെ കൈ പിടിക്കാവുന്ന കിട്ടുന്നത്. എന്റെ കൈ പിടിക്ക. ജോബിനെ കൊണ്ട് കുറുമ്പെന്ന് പറഞ്ഞ നിസ്സാര കുറുമ്പൊന്നല്ല. കിട്ടണ്ടേ നിനക്ക്? കീരിക്കാടൻ ജോസിന് കിട്ടുന്നുണ്ടെന്ന് മേട്ടോ. നീ ഇവിടെ വെറുതെ കിടന്നത്. നിന്റെ കുണ്ടെന്നല്ല ഞാൻ. നീ തന്നെ ഫേസ് ചെയ്തോ കേട്ടാ. കുട്ടീനോട് അവിടെ ചീത്ത വിളിച്ചല്ല കരയണ്ട. ഉടുപ്പോടെ Jingle bells, jingle bells, oh, my fun is to ride in the one horse open sleigh. Sleigh, jingle bells, jingle all the way. Wow. Look at this. Pringo ഉടുപ്പ് ഇടിപ്പിച്ചോർക്കാൻ എന്താണ് ഇത്ര പാട്? You do it. Wait, no, you have to do it. That's all good. No rush. കുട്ടികൾക്ക് സ്കൂളിൽ പോണെങ്കിലും പ്രയോറിറ്റിയാണ് കുട്ടികളുടെ ഉടുപ്പ് ഇടിപ്പിക്കുന്നത്. ദാറ്റ് ഇസ് എ സ്കിൽ. ഇതിപ്പം നിന്റെ ഒരു പാവയുടെ മേലെ ഉടുപ്പ് ഇടിപ്പിക്കുന്നത് അങ്ങനെ വല്ലതാണ്. ഇനി ഫുള്ള് അത് എന്തായാലും പറയാ ലോഗോ അതാണ് ഈ മണിക്കൂറെടുത്ത് ചെയ്യില്ലേ? അതേപോലത്തെ പസിലായിട്ട് കരുതിയാൽ മതി. ദിസ് ഈസ് ഓൾസോ പസിൽ. പ്രിങ്ങ ഓ മാമിയാ നീ വീട്ടിലുണ്ട് പറഞ്ഞ അപ്പൊ സന്തോഷാ. സിക്കായിട്ട് കുഴപ്പമില്ല. ഇല്ല എന്താ സന്തോഷമില്ല. ഏടാ നീ അവളെ നിന്റെ ക്ലോസ് ആയിട്ട് ഇരുത്തിക്കണം. എന്താ ബുൾ ഫൈറ്റ്? സ്പെയിനിലെ ബുൾ ഫൈറ്റ് ആണാ? ഏടമ്മ അമ്മ ഞാൻ മുടി തിരിഞ്ഞു വെക്കണോ?
അയ്യോ ഏറമ്മാ there we go why this balaham പിങ്ങ നീ മുടി കിട്ടിയാ നാ നിന്റെ സാന നോ സമാധാനം സാന സാന നാ നിന്റെ നാമ താങ്ക് യു മുടി കെട്ടുന്ന കാര്യത്തിൽ മാത്രം അമ്മ എന്നെ സഹായിക്കണം കുണ്ടി ബാസ് എണ്ണ തേക്കണം എണ്ണ ലവ് ബഗ് എന്നാണ് ഇതിന്റെ പേര് ലവ് ബഗ് നീ ലവ് ബഗ് കാണോട്ടെ കുട്ടാടിയാണോ നീ കുട്ടാടി എണ്ണ ടൈം Okay, now, Rajesh, wait here. എവിടെ ക്രീമോടെ പിങ്ങ ഇവിടെ എത്തിത്തോട്ടൊന്ന് വെള്ള കൈൻ്റെ മുകളിൽ നല്ല സ്പീഡിലാക്കി കഴിഞ്ഞാൽ കുഴപ്പമുണ്ട് ജടയിലൊക്കെ ചെന്ന് പിടിക്കും Okay, done. Beautifully. Nice. Nice too. ഹെയർ സ്റ്റൈലിനെ കുറിച്ച് പറയാൻ തുടങ്ങിയിട്ട് ഇവര് തന്നെ പറയാണ് ഒറ്റക്കെട്ട് കെട്ട് ഹെയർ അവിടെ നിന്നൊരു എന്തോ പറഞ്ഞാ കറക്റ്റ് ഒറ്റക്കെട്ട് കെട്ട് എന്നാ പറഞ്ഞേ ഒറ്റക്കെട്ട് കെട്ട് ഏയ് ഏറാ അവിടെ ഇരിക്കടാ നിന്നെ കൊണ്ട് ചില്ലറ ബുദ്ധിമുട്ടല്ല നിന്നെ കൊണ്ട് കേട്ടാ റബ്ബർ പാലാണ് അവൾ കുടിച്ചെന്നുണ്ട് ആ പശുപാലിൻ്റെ കമ്പനിക്കാർക്കെതിരെ കേസ് കൊടുക്കണം അതിൽ റബ്ബർ പാല് ചേർത്തിട്ടുണ്ട് റബ്ബറിൻ്റെ പാല് കുടിച്ചാലാണ് ഇങ്ങനെ നിൽക്കുക അല്ലാണ്ട് ആരെങ്കിലും അങ്ങനെ ചാടി മറിഞ്ഞ് നിൽക്കുക നിങ്ങളുടെ കുട്ടികൾ അങ്ങനെയുണ്ടാ ഈ പറഞ്ഞ കൂട്ടാക്കാത്ത കുട്ടികൾ എങ്ങനെയാണ് ഈ കുട്ടികളൊക്കെ ഇങ്ങനെയാവണേ ഒരു കാര്യം പറഞ്ഞാൽ കൂട്ടാക്കാത്ത വീട്ടുവളത്തെ പിള്ളേരെ എല്ലാവരെയും ഇതിപ്പോൾ എൻ്റെ ചീപ്പോടെ പോയി റബ്ബർ ബാൻഡ് പ്ലീസ് ഞാൻ കെട്ടുന്നവർ മുടി ഇങ്ങടേക്ക് കൊഴിഞ്ഞ് വരികയാണല്ലോ കൊണ്ട് ബാക്കിലേക്ക് കൊഴിഞ്ഞ് വീഴുകയാണല്ലോ സൈഡിലേക്ക് ചെരിഞ്ഞിട്ടിരിക്കുന്നു കുറച്ച് സാരില്ല ഇന്നിപ്പോൾ അമ്മയ്ക്ക് വയ്യാത്ത കന്നേട്ടാ ഞങ്ങൾക്ക് ഇങ്ങനെ ഒറ്റ സിംഗിൾ കെട്ടിലിട്ട് അവിടെ കെട്ടുന്നേട്ടാ ഞെട്ടി പോകത്തില്ല പിന്നെ ഒഡീസിയിലെ മറ്റേ അയാളുടെ പിന്നിലെ മറ്റേ ഇതുപോലെ ഈ സാധനം ഇങ്ങനെ ശരിയാട്ടെ നോക്കറേ ഓക്കെ വാടായിരമ്മാ എസ്മേ ഇത് വെട്ടണോടി ഇവിടുത്തെ ഒരു ഭാഗം ഇങ്ങനെ ടൈഡി അപ്പ് ചെയ്യാല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുള്ളൂ അല്ലെങ്കിൽ ഈ രണ്ട് മുടി ഇങ്ങനെ ഇത് മറ്റേ ഇതുകൊണ്ടാണ് ന്യൂസിലാൻഡിൽ മറ്റേ ഇവർ ഇത് ചെയ്യണേ ഈ സാധനം വളർത്തണേ അതിനെന്താ പറയാ മലട്ട് പോലത്തെ സാധനം ചെറിയ കുട്ടികളുടെ ന്യൂസിലാൻഡിൽ കുറേ കാലം കഴിഞ്ഞിട്ട് ഈ ബാച്ച് മുടി ഇവർ വെട്ടിക്കളയുള്ളൂ കേട്ടോ ഇവരിങ്ങനെ വളർത്തും ഈ സാധനം മകുടി പോലെ ഓക്കെ that's us so we back in action now so we missed one day Amma feeling very sick and yeah because of her we are feeling sick too but you know we need to keep going until we reach so we haven't reached anywhere yet so we go so that's the note for the day morning you fellas 3 2 1 go മോർണിംഗ് എഗ്ഗി മാമു നൈസ് മാമു നല്ല വിശപ്പുണ്ടേ ഇന്നലെ രാത്രി 12 മണിക്കാണ് പാല് കുടിച്ചത് അതിന് ശേഷം പിന്നെ പാല് കൊടുത്തിട്ടില്ല അപ്പം നല്ല വിശപ്പുണ്ട് കേട്ടാ ഞങ്ങൾക്ക് കേട്ടാ അത് കാരണം ഞങ്ങൾ മുട്ട മാമു തിന്നണ കേട്ടാ ഇന്ന് ഞങ്ങൾക്ക് 2 eggs ഉണ്ട് കേട്ടാ സോ വി ഹാവിങ് 2 eggs ഇൻ ദ മോർണിംഗ് കേട്ടാ എന്നാലും ഞങ്ങളുടെ പല്ലും മുടിയും ബുദ്ധിയും ഒക്കെ വലുതാവുള്ളൂ അല്ലേ അല്ലേ നിങ്ങൾ നിന്ന് തുടങ്ങിയിട്ടാ ഞങ്ങളിപ്പോൾ കൂടെ നിൽക്കൂട്ടാ
അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങളെ. ഗുഡ് ഗേൾസ്. ദാറ്റ്സ് നൈസ്. വാട്ട് അബൌട്ട് യു ഹണി? ഐ ഓഫ് നൗ? ബൈക്കിലാണോ പോണേ? മഴ ഇപ്പോൾ പെയ്യുന്നില്ല. ഇന്ന് മഴ പെയ്യാൻ സാധ്യതയില്ല എന്താണെങ്കിലും. ഇഫ് യു വാണ്ട് ഗോ ബൈക്കിൽ പോകണമെങ്കിൽ യു നീഡ് ടു ലീവ് നൗ. ഇറ്റ്സ് 8:30 യു ഓൾറെഡി. ഓക്കെ ഓക്കെ ദേവിക. എന്നാ ഏറുമാ ക്യാമറ ഒക്കെ അവിടെ ഓപ്പറേറ്റ് ചെയ്തോളാം. ക്യാമറ ഓപ്പറേഷനെ സഹിക്കാൻ പറ്റാത്ത ഇവിടെ. വാ. ഗുഡ് ഗേൾ. താങ്ക് യു പിങ്കു ചേച്ചി. It's so nice of you, Pingu Chechi. I get it a bit deviated. You know, detour all the time, detour all the time. When is Christmas? When is Christmas? Is a Christmas coming? Is that you guys wearing red clothes? Isn't it? 4 months, I think. Good. She knows. Good eating. Thank you. We see you in the car with the morning Koneri. Cold this morning, 5 degrees centigrade, but beautiful weather out there. Nalla sunny, no cloud, nothing. And good morning, you fellas. So, good morning, Vancouver. Vancouver എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ആരോ ഇന്നലെ കമന്റ് അടിച്ചിട്ടുണ്ട് വാൻകൂവറിനെ കുറിച്ച് പറയാനായിട്ട്. സോ വാൻകൂവർ ദ പ്ലേസ് ഇൻ കർണാടക, ഐ മീൻ കാനഡ. So morning Koneri with the dim boom bang. So what's it guys? Golda is a little bit of a sick today and yesterday. So not much happening with her. She just sitting home doing nothing. It's a planning for the day. Actually Golda tiramisu ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. If she feels well then ഇന്ന് ഗോൾഡ ഒരു tiramisu ന്റെ വീഡിയോ നമ്മുടെ കുക്കിംഗ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. പ്ലാൻഡ് വെരി മച്ച് ബ്രെയിൻ വർക്കിംഗ് ദിസ് ലേഡി. എനിക്ക് വയ്യ പിങ്ങോ. എന്നാലെന്താ കൂടപ്പുറന്നവന്റെ ജീവൻ പോയാലും വേണ്ടിയില്ല നാത്തുവിന്റെ കണ്ണിലെ കണ്ണീര് കണ്ടാ മതി എന്ന് പറഞ്ഞ പോലെ. അമ്മക്ക് നിങ്ങക്ക് എന്റെ കാപ്പി വേണോ കുറച്ച്? നാട്ടിലെ കൂട്ട് കാപ്പി വേണം. നാട്ടിലെ കൂട്ട് കാപ്പിയാ? കാപ്പിപ്പൊടി. Oh wow, thank you Isme. Oh wow, dada good day. Oh wow. അതാണ് അന്ത സ്നേഹം കേട്ടോ. നീ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇതിന്റെ മുകളിൽ ഇല വരും. അപ്പോഴേ ഇത് എല്ലാ ദിവസവും കാണിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും ഇതിങ്ങനെയല്ലല്ലോ അല്ലേ. ഇന്ന് വണ്ടിക്കൊരു അസസ്മെൻറ്റും ചെറിയ പരിപാടിയുണ്ട്. ഒരു ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനുണ്ട്. എങ്ങനെയോ ഒരു ബാഗിൽ എന്തോ വെച്ചിട്ട് വലിച്ചപ്പോൾ എന്തോ ഷാർപ്പ് എഡ്ജുള്ളൊരു സംഭവം കൊണ്ട് മുറിഞ്ഞതാണിത്. ഈ സെയിം ഡേ തന്നെയാണോ എന്നറിയില്ല. ഈ സീറ്റിൻ്റെ മുകളിലും ഒരു കട്ട് വീണിട്ടുണ്ട് കണ്ട. സോ ഇത് കൊണ്ടുപോയിട്ട് ഒന്ന് ഫിക്സ് നോക്കിയാൽ എനിക്ക് തോന്നുന്നത് ഈ ഹോൾ സീറ്റ് അവർ മാറ്റുന്നതാണ് തോന്നുന്നത്. പണ്ടടങ്ങാനായിട്ട് വീട്ടിൽ വണ്ടി കഴുകിയായിരുന്നാ. ന്യൂസിലാൻഡിൽ നിയമം വന്ന് വണ്ടി കഴുകാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് വന്ന കാരണം വണ്ടി കഴുകൽ നടക്കണില്ലേ ഇപ്പോൾ. അതാണ് ഇപ്പോൾ മെയിൻ പ്രശ്നം. ഈ പുല്ലും ഇട്ടിട്ട് കഴുകാമെന്നാണ് പറയണം. ഞാൻ അടുത്ത ദിവസം ഇവിടെ ഇട്ടിട്ടൊന്ന് കഴുകി വെക്കണം. ഇത് കടയിലേക്ക് കൊണ്ടുപോയിട്ട് കഴുകി കൊണ്ടുവരാനുള്ള സമയമില്ല നമുക്ക്. ഇത് ഫിക്സ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ ആദ്യം. ഷൺമുഖൻ ചത്തു കേസ് കൊന്നു. മോനായിരിക്കും എനിക്ക് പണി. കീലേരി അച്ഛന് പണി കിട്ടി. എടി ഛർദി ഇതൊക്കെ വീണ്ടും ഇനി വയ്യ ഉണ്ണി. ഞാൻ ട്രൈ ചെയ്തു. എന്ത് ചെയ്താലും ഛർദിക്കരുതിട്ടാ. ഛർദി വന്നില്ല. ഇനി ഒരു ഛർദി താങ്ങാനുള്ള കലിപ്പ് ഈ ശരീരത്തിലില്ല ഉണ്ണിയെ. എന്തിനാ ഛർദിക്കണ? മോർണിംഗ് സിക്നെസ്. രാവിലെ എണീക്കുമ്പോ ഛർദിക്കാൻ വേണ്ട എന്തിനാണ്? മോർണിംഗ് ഫുള്ള് സിക്ക. ഗോൾഡ വയനാടൻ കാപ്പി ഉണ്ടാക്കാണ് കേട്ടാ. ഗോൾഡക്ക് സിക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ തനി നാടൻ മലയാളിയാവും ഗോൾഡ്. അതെ കാപ്പി മോനെ എനിക്ക് റസ്ക് വേണം. തിന്നാൻ തോന്നണില്ല. അവിടെ ചിക്കൻ ലിവർ വെച്ചിട്ടുണ്ട്. ലിവറാണ് ഈ സമയത്ത് കഴിക്കണ്ടേ. സോ യു ഗെറ്റ് അയൺ. ഇറ്റ്സ് കൈൻഡ് ഓഫ് യു നോ ഗുഡ് വൈറ്റമിൻസ് ആൻഡ് എവറിത്തിങ്. കണ്ടോ ഗൈസ്, ഉള്ളിക്ക് വയ്യാട്ടാ ഉണ്ണി വാവേട്ടാ. നമ്മള് സിക്കാവണോടെ സിക്കായ ദിവസം ഇവിടെ എല്ലാരും സിക്കായിരുന്നു. ഞാൻ തന്നെ ഇങ്ങനെയാണ് എല്ലാരും. നിങ്ങൾ പറയാറില്ലേ ഞാനാണ് ഏറ്റവും കൂടുതൽ ന്യായം കണ്ടെത്തുന്നുണ്ടെന്ന്. ഞാൻ ഇവളുടെ അടുത്ത് എന്നും സിക്കാൻ പോലെ ഞാൻ സിക്കായ പോനെ മോൻ എന്നും സിക്ക മോനെന്നും വയ്യ. മോനിവിടെ വയ്യാണ്ട് കിടന്നിട്ടില്ല. എന്നാള് ഞാൻ അവിടെ ഛർദ്ദിച്ച് കിടക്കുമ്പോ എന്നെ ഇവിടെ എന്തായിരുന്നു
ഇവർക്ക് സിക്കായപ്പോൾ മോനെ ഛർദ്ദിക്കാൻ വന്നു. എന്തായിരുന്നത് ഞാൻ അലറി എന്തി തന്നെ വരാത്തെന്ന് ഞാൻ വിചാരിക്കണേ. എനിക്ക് വന്നാലേ ഞാൻ വന്നു എന്ന് പറയുള്ളൂ. ഞാൻ പിന്നെ എൻ്റെ അസുഖങ്ങളെ പറ്റി കുറച്ച് കോഷ്യസ് ആണ്. ഐ കീപ് മൈ സെൽഫ് ഓൾവേസ് അപ്ഡേറ്റഡ്. മനസ്സിലായ? അതിന് അത് നല്ല കാര്യമല്ലേ? ബെസ്റ്റ് ഇവല്യൂഷണറി ടൂളാണ് അത്. കഴിഞ്ഞോ ഞാൻ അവിടെ ഓക്കെ, ഞാൻ വണ്ടി കൊണ്ടു കൊടുത്തിട്ട് വരാം കേട്ടോ. നീ നിൽക്കണ്ട, നീ അവിടെ ഇരുന്ന് എവിടെയെങ്കിലും പോയിട്ട്. ഓക്കെ, യു ടേക്ക് കെയർ. I love you. See you. കീലരി അച്ഛൻ്റെ അമ്മ വീണു ഗൈസ്. ഇമ്മാരി കിടപ്പ് കോളിടെ പ്രസവിച്ചിട്ട് പോലും കിടന്നിട്ടില്ല. ടെമ്പറേച്ചർ നോക്കട്ടെ, പനിക്കുണ്ടെന്ന് പറയുന്നുണ്ട്. ഓ ഇത്ര പെട്ടെന്ന് ഇതിൻ്റെ ടെമ്പറേച്ചർ കാണാൻ പറ്റുമോ? 38.6. അപ്പോൾ എത്രയാ? എത്രയാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. 38.6 നാട്ടിൽ 38.6 38.6 എന്ന് പറഞ്ഞാൽ ഡിഗ്രിയിൽ എത്രയാ വരിക? ഇതിലുണ്ടോ? വേറെ ഓപ്ഷൻ ഉണ്ടോ? അത് എവിടെ ഞെക്കണ്ടേ? ഇത് 38.6 തന്നെയാണ് കാണിക്കണേ. ഇനി എന്ത് കാണിക്കണേ? 38.6 എന്ന് പറയുന്നത് എത്ര ഡിഗ്രി? 101.48 ഡിഗ്രി പനിയുണ്ട് നിനക്ക്. അപ്പോൾ തണുക്കും. എടി തണുക്കല്ലേ വേണ്ടേ? പനിയുള്ളപ്പോൾ തണുക്കണം. യു ഹാവ് ടു ടേക്ക് ദിസ് ഓഫ് ആൻഡ് യു വെയിറ്റ് ഔട്ട്സൈഡ്. പിള്ളേരെന്നെ അവള് തണുപ്പിക്കണ സമയത്ത്, പനിക്കണ സമയത്ത് തണുപ്പിച്ച് ഷർട്ട് ഊരിപ്പിക്കുന്ന ആളാണ് ഈ മൂടി പോച്ച് കിടക്കണേ. അപ്പോഴോ പിന്നെന്താ ചെയ്യാത്തത്? നീ അത് ഊരിയിട്ട് ആ ടെമ്പറേച്ചർ ഡ്രോപ്പ് ആവട്ടെ. നേഴ്സ് എല്ലാം അറിയണ ആളാ. സ്വന്തം കാര്യം വരുമ്പോൾ ഒരു ഇതുമില്ല. അപ്പം ഇന്നിപ്പം മറ്റേത് ഉണ്ടാക്കണില്ലേ റിസൾട്ട്? അതിനെന്തിനാ കരയണേ? പനി വന്നവരെ കരയണ ആൾക്കാർ. എന്നിട്ട് എന്നെ വെല്ലു വിളിക്കാനായിട്ട് ഇവിടെ എന്താ? ദാറ്റ്സ് ഓൾറൈറ്റ്. ഇറ്റ്സ് ജസ്റ്റ് എ ഫ്ലൂ. ഈ കിഡ്സിനൊക്കെ ഈ ഫ്ലൂ വരുമ്പോഴാണ്. നീ വലിയ സ്റ്റാബേണാണല്ലോ. നീ അത് കുറച്ചേരം ഊരിയിട്ടിരിക്കടാ. ജസ്റ്റ് അത് ഊരിയിട്ടിരിക്കേ. നീ അത് കുറച്ചേരം പുറത്തിരിക്കി പോയിട്ടെന്നാ. ആ തണുക്കട്ടെ. നീ ആ ടെമ്പറേച്ചർ ഡ്രോപ്പ് ആവട്ടെ. നീ വല്ല ഫിക്സ് അങ്ങനെ വരും കേട്ടാ. എന്തേ നിനക്ക് ടെമ്പറേച്ചർ കൂടില്ലേ? എന്നാ ഇബുപ്രൂഫൻ എടുത്തേറ്റേ. എന്താ അത്? അച്ചു വീണു. ദാറ്റ്സ് ഓക്കേ. ഇറ്റ്സ് ജസ്റ്റ് എ ഫ്ലൂ. അത് നല്ല കാര്യം. അപ്പോൾ നീ കണ്ടിട്ടില്ലേ തണുത്ത തുണി തലേമ കൈമ വയ്ക്കുന്നത്? എല്ലാം കണ്ടിട്ടുണ്ട്. വെല്ലവൻ്റെ മേല് കൊണ്ട് വയ്ക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. മോൻ പറഞ്ഞാൽ കൂട്ടാക്കില്ല. അങ്ങനെ കിടക്ക. അതിനല്ലേ പറഞ്ഞേ, മോൻ പറഞ്ഞ കൂട്ടാക്കില്ല വെച്ചെങ്കിൽ മോളും പറഞ്ഞ കൂട്ടാക്ക്. നിനക്ക് അസുഖമുള്ളപ്പോൾ ഞാൻ നിന്നെ പീഡിപ്പിക്കേടി. ഞാൻ എന്തെങ്കിലും കഴിക്കാൻ വേണോ? കാപ്പി വേണോ? വെള്ളം മതിയാ? തണുത്ത വെള്ളം? ഞാൻ മര്യാദയ്ക്ക് പറയാനോട്ടെ, 2 മിനിറ്റ് നീ ഇരുന്ന് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഡ്രോപ്പ് ആവും. നീ 2 മിനിറ്റ് അത് ഊരിയിരിക്കും. നീ ഇവിടെ ഹീറ്ററെല്ലാം ഓൺ ആക്കിയിട്ട് ഇരിക്കണത് എന്താ? ഹാർഡനപ്പ് ഊരിട്ടിരിക്കുന്നത്. നോ. പക്ഷേ നീ ടെമ്പറേച്ചർ ഡ്രോപ്പ് ആവട്ടെ. 101 എത്തിയിട്ടുണ്ട് കേട്ടോ. തമാശ കളിക്കായിരിക്കും. ഉണ്ണിപ്പാപ്പ എവിടെ പോകുമ്പോൾ വേണോ ഇത്? ഇപ്പോൾ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ ഓക്കെയാ? വല്ല കഞ്ഞിയ ഫുഡ് അങ്ങനെ വേണോ? ചുക്ക് കാപ്പി അങ്ങനെ വേണോ? അല്ല ഞാൻ കാര്യമായിട്ട് ചോദിച്ചാ വേണോ? വേണ്ട? അങ്ങനെയെങ്കിലും ഒരു ദിവസം ഒന്ന് പണിയെടുക്കേണ്ട ഒരു സ്ഥലത്ത് റെസ്റ്റ് ചെയ്യും. നീ റെസ്റ്റ് ചെയ്തില്ല എന്ന് നീ പറയരുതിട്ടാ. യു ഷുഡ് താങ്ക് ബാക്ടീരിയ ഫോർ ദിസ്. ആ പിള്ളേരുടെ ഫ്ലൂ അടിച്ചായിരിക്കും. ഇനിയിപ്പോൾ നിൻ്റെ ഫ്ലൂ തിരിച്ച് പിള്ളേർക്ക് തന്നെ കയറുമോ? നീരുവീച്ച മൂക്കടപ്പം എങ്ങാനുണ്ടോ? അന്നമ്മ റെസ്റ്റ് എടുത്തി വരുന്നുണ്ട്. എനിക്കിന്ന് മുടി വെട്ടാൻ അപ്പോയിൻമെന്റ് ഉണ്ടായിരുന്നു. പോവായിരുന്നില്ലേ? ക്യാൻസൽ ചെയ്തു. ഞാൻ അടുത്ത ആഴ്ച വരാമെന്ന് പറഞ്ഞു. വയ്യാട്ടോ, വയ്യ. പക്ഷെ ഇവിടെ ക്ലീൻ ചെയ്തിട്ടില്ല, തുണി മടക്കി വെച്ചിട്ടില്ല. പക്ഷെ പാനഡോൾ കഴിച്ചു, ശ്വാസം പൊന്തി. ശ്വാസം പാനഡോളിന്റെ ടെമ്പറേച്ചർ കുറച്ച് ഡ്രോപ്പ് ആയിട്ടുണ്ട്. അങ്ങനെയെങ്കിലും അടങ്ങി ഒതുങ്ങിയ ഒരു സ്ഥലത്ത് കുത്തിയിരിക്കും.
രാത്രി വരരുത് എന്റെ മേലെ കെട്ടി രാത്രിയിൽ എന്നാ മോനെ ചെയ്യണം? തണുത്തിട്ട് പോയാ എല്ലാം തുറന്നിട്ടേക്കോ? ബാക്കി എല്ലാവരും ചൂട് ഏറുമ്പോ ചൂടെടുത്തിട്ട് പറക്കായിരുന്നു. നിനക്ക് മാത്രം ഇല്ല, നീ വലുത് കഴിക്കണ്ട. പിങ്ങു പറഞ്ഞ പിങ്ങുവിന് തണുക്കായിരുന്നു രാത്രിക്ക്. ഇന്നിപ്പോ എല്ലാവർക്കും തണുത്തു. അമ്മപ്പാടെ വീണ് തന്നെയായിരുന്നു. നിനക്ക് വലുത് വേണം കഴിക്കാൻ? എനിക്ക് ഒരു ഓറഞ്ചും അവിടെ ഇച്ചിരി യോഗട്ട് ഉണ്ടല്ലോ, അത് മതി. മതിയോ? ഓറഞ്ച് യോഗട്ട് മതി. ഓക്കെ, വൈറ്റമിൻ സി. എന്താ അമല ആശുപത്രിയിൽ പനിച്ചെടുക്കുക എൻ്റെ കുട്ടി. ഈ യോഗട്ട് വീട്ടിലുണ്ടാക്കിയത് പോരാഞ്ഞിട്ടാണ് കടയിൽ നിന്ന് ഗ്രീക്ക് മേടിച്ച് കഴിക്കും. ഗ്രീക്ക് യോഗട്ട് കടയിൽ നിന്ന് മേടിക്കുക. ഈ ഗ്രീക്ക് യോഗട്ട് ഇവിടെയുള്ള യോഗട്ടിനെ ഒന്ന് അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇവിടെ ഉണ്ട്. ബെറീസ് കേടായതൊന്നും നിനക്ക് ഇത് വലിയ ഇത്രയും കാലം ഫ്രീസ് ആയിട്ടിരുന്ന ബെറീസ് അല്ലേ? ബെറി ഒന്നല്ല അത്. നിനക്ക് എന്തോ ഫ്ലൂവിന്റെ ഏതോ വേരിയന്റ് ആണ് മോനെ. എന്തോ വൈറൽ പോലത്തെ എന്തോ സാധനം വന്നതാ. വൈറൽ വന്നിട്ടില്ല, കുഴപ്പമില്ല. ഗോൾഡയുടെ ആതുര ശുശ്രൂഷ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കും. ഞാൻ സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ്, പക്ഷെ നമുക്ക് ന്യൂ ആയിട്ട് വീഡിയോ കാണുന്ന ആളുകളുള്ളത് കൊണ്ടാണ് ഈ ഒരു പോർഷൻ ഞാൻ വീണ്ടും എടുത്ത് പറയണത് കേട്ടാ. റീസെൻ്റ്ലി ഒരുപാട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇറച്ചിയും മീനും കഴുകാത്തത് അല്ലെങ്കിൽ ചിക്കൻ കഴുകാത്തത് എന്താണ്? ഇന്ന് ഞാനിവിടെ ചിക്കനാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ചിക്കനും ഇറച്ചിയും മീനും ഒന്നും ലിറ്ററലി നിങ്ങൾ കഴുകണോണ്ട് യാതൊരു ഒരു ഗുണമില്ല. ഈവൺ ഇനി അതിൻ്റെ മുകളിൽ 2 വിറക് കൊള്ളിയോ അല്ലെങ്കിൽ വല്ല മുടിയോ എന്തെങ്കിലും ഉണ്ട് വെച്ചെങ്കിൽ നിങ്ങൾ ആരും റോയല്ല കഴിക്കണേ, കുക്ക് ചെയ്തിട്ടാണ് കഴിക്കുന്നത്, അത് പൊക്കോളൂ. ഓക്കെ, ഇനി അത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭംഗി ഉണ്ട് വെച്ചെങ്കിൽ ആ സാധനങ്ങൾ ഇപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൂവൽ കാണാൻ പറ്റും. ഈ കോഴിയുടെ മുകളിൽ തൂവൽ നിറച്ചുണ്ടാവും. ഈ തൂവലടക്കം ഞാൻ ഈ സ്റ്റോക്കിൽ ഇട്ടിട്ടാണ് ഇപ്പോൾ ഇന്ന് കുക്ക് ചെയ്യണത്. ഈ തൂവലിന് എന്താ സംഭവിക്കുന്നത്? ഒന്നും സംഭവിക്കില്ല. പക്ഷെ നമ്മൾ നാട്ടിൽ കോഴിക്കടയിൽ പോയിട്ട് മേടിക്കുന്ന കോഴിയാണെന്ന് വെച്ചെങ്കിൽ ഈ തൂവലിൻ്റെ മുകളിൽ നിറച്ച അപ്പിയും സാധനങ്ങളൊക്കെ ഉണ്ടാവും. അത് കുറച്ച് ഗ്രോസ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അത് അതിൻ്റെ ഒപ്പിട്ട് വേവിക്കേണ്ട കാര്യമില്ല. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, നാട്ടിലും ഇങ്ങനത്തെ ഒരുപാട് ഷോപ്പുകളുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ബുച്ചർ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. ഈ കോഴിയുടെ ഈ പീസ്, കാലിൻ്റെ പീസ് എടുത്ത് നോക്കി നിറച്ച് വെള്ള കളറിലാണ് ഇരിക്കുന്നത്. എന്താ കാരണം? ഈ കോഴീനെ സ്ലോട്ടർ ചെയ്ത് ബ്ലീഡ് ചെയ്തതിന് ശേഷം തിളച്ച വെള്ളത്തിൽ മുക്കി സാനിറ്റൈസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിൻ്റെ തൊലി ഇങ്ങനെ എല്ലാ കോഴിയുടെയും തൊലി ഒരേ കളറിലിരിക്കുന്നത്. ഇറ്റ് മീൻസ് ഇറ്റ്സ് ഹൈജീനിക്കലി സേഫ്. ഒരു പാക്കറ്റിൽ വരുന്ന ചിക്കൻ സാനിറ്റൈസ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒന്നേ ഉള്ളൂ, നേരെ കട്ട് ചെയ്യുക, മുറിക്കുക, കറി വയ്ക്കുക. ആരോ ചോദിച്ചു ഇതിൻ്റെ മുകളിൽ സ്ലൈമി ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടല്ലോ, അത് കഴുകി കളയണ്ടെങ്കിൽ വേണമെങ്കിൽ കഴുകി കളഞ്ഞോ. അത് കഴുകി കളഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഹൈജീനിക്കലി മീറ്റ് സേഫ് ആവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. എന്ന് മാത്രമല്ല, ഇറച്ചിയും മീനും കഴുകണ സമയത്ത് ഇവിടേക്ക് തെറിക്കുന്ന വെള്ളവും സാധനങ്ങളും കയ്യും മേലൊക്കെ അൺഹൈജീനിക് ആവുകയും ആ സ്ഥലങ്ങളിൽ നമ്മൾ മറ്റുള്ള സാധനങ്ങൾ വെച്ച് കട്ട് ചെയ്യുകയോ ഇങ്ങനെ ആക്കുകയോ തിന്നുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഭാഗത്ത് നിന്ന് കണ്ടാമിനേഷൻ ഉണ്ടാവുകയാണ് ടച്ച് ചെയ്യുക. ഓക്കെ, അഗെയിൻ ബുച്ചറിങ് സിസ്റ്റം ഇസ് ഡിഫറെൻറ്റ് ഇൻ ഇന്ത്യ. ഞാനാണെങ്കിൽ നാട്ടിൽ ഇറച്ചി മേടിച്ചുകൊണ്ട് വന്നു, ഞാൻ കോഴിയാണെങ്കിൽ മുഴുവൻ മേടിച്ചുകൊണ്ട് വന്നിട്ട് കഴുകുക ചെയ്യുക. ഞാൻ കട്ട് ചെയ്ത് മേടിക്കില്ലേ കടയിൽ നിന്ന്, മുഴുവൻ മേടിച്ചുകൊണ്ടിരും, അതൊക്കെ കഴുകും. മുഴുവൻ അതിൻ്റെ മുകളിലത്തെ ആ വള്ളിഞ്ഞുള്ളിലേക്ക് ഉണ്ട് വെച്ചെങ്കിൽ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാവുണ്ടല്ലോ ചേട്ടാ. ഇവിടെ ആണെങ്കിൽ അതുമില്ല, നേരെ വരെ കുക്ക് ചെയ്യുക. റെഡി ടു കുക്കാണ് ന്യൂസിലാൻഡിൽ, അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ കൺട്രീസിൽ റെഡി ടു കുക്ക് സാധനമാണ്. നാട്ടിലും ഇങ്ങനത്തെ സാധനങ്ങൾ അവൈലബിൾ ആണ്. നാട്ടിലും എന്നും ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രം അവൈലബിൾ ആകണമേ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നമ്മുടെ ലഞ്ച് കുക്ക് ചെയ്യാൻ പോകാനുണ്ട്. അത് മീൻ തന്നെയാണ്, ഞാൻ ഒന്നും കാണിക്കുന്നില്ല. ഇവിടെ ചിക്കൻ സ്റ്റോക്ക് വയ്ക്കുന്നുണ്ട്. ഗോൾഡേക്ക് ഇന്ന് വൈകുന്നേരം ചിക്കൻ സ്റ്റോക്ക് ആയിക്കോട്ടെ വെച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, ഞാൻ ഇന്നലത്തെ സെയിം നമ്മുടെ മീനാണ്. സോ കൈൻഡ്ലി ഗായ്സ്, ഇഫ് യു ആർ ഗെറ്റിംഗ് ഹൈജീനിക്കലി സേഫ് ആയിട്ടുള്ള മീറ്റ് ആൻഡ് ഫിഷ് ആണെച്ചെങ്കിൽ ഡു നോട്ട് നെവർ എവർ 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 വാഷ്, എസ്പെഷ്യലി മീറ്റ്, എസ്പെഷ്യലി ഫിഷ്, നെവർ വാഷ് പ്ലീസ്. Ain't gonna help you with anything. Maybe you call me Mandan, Potten, Sutten, Kutten. You can call me whatever names you want to call, but the reality stays same. Okay, sir? Okay. And my 230 gram of fish and my rice, same butter വേവിച്ചെടുത്ത rice, and I'm gonna eat it in front of Golda. കിലരി അച്ചു വീണു.
ഒന്നും വേണ്ട ഉണ്ണിക്ക്. അച്ചുവിൻ്റെ അമ്മ വീണൂടോ. എന്തായിരുന്നു ഇവിടെ പോകില്ലേ? ചില സമയത്ത് ഇങ്ങനെ ഈ വീണ് കിടക്കണവരെന്നെ കുത്താനുള്ളൊരു സുഖല്ലേ? നീ എന്നെ അങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ട് റേക്കിട്ട് വയ്യാണ്ട് വരുമ്പോ. ഞാൻ അതിനൊക്കെ ചോദിക്കറേ. ഞാൻ ഇന്നലെ രാത്രി ഞാൻ കട്ടിലും കിടക്കുമ്പോ എന്റെ മേലെ ഒരു കട്ടിലുണ്ട്, ഒരാൾ കിടക്കുന്ന കട്ടിലിന്റെ മുകളിൽ രാത്രി വന്നിട്ട് ചൂട് വേണമെന്ന് പറയും. ഞാൻ മറ്റേ ആടെ ഇരിക്കുന്ന കോഴിയാ. എനിക്ക് തണുത്തിട്ട് വിറക്കിരുന്നു, മോൻ അറിഞ്ഞില്ലേ? നീ എന്റെ മേലെ കിടന്നിട്ട് ഇങ്ങനെ വിറക്കിയ. എനിക്ക് രാത്രി കിടക്കുന്ന നേരത്ത് മേലെ കിടന്ന് പറഞ്ഞ വേറെ എന്തെങ്കിലും തോന്നട്ടാ. ആവശ്യമുള്ള നേരത്തെ അവളൊന്നും കരു പിടിക്കില്ല. തണുത്തിട്ട് എന്നോട് ലേറാ. എന്നോട് പുങ്ങുകാരനെ വിളിച്ചിട്ട് രാത്രി ചീത്ത വിളിച്ചായിരുന്നു. കുട്ടികളുടെ വിചാരം ഡാഡേ ചക്കുന്ന, അമ്മയാണ് ചക്ക്. നല്ല ചോറ്, നല്ല കുത്തിരി ചോറ് ഇങ്ങനെ മീനിലിട്ട് ഇങ്ങനെ ഗർഭുണ്ടാ. ഞാൻ ട്വിൻസ് അല്ല, ഞാൻ അതിൻ്റെ ഐറ്റം മുറിച്ച് കളഞ്ഞു കേട്ടാ. ഇനി വയ്യ നമുക്ക്. ഞാൻ അതിൻ്റെ തലയിൽ സ്ക്രൂ ഊരി പോയിട്ടിരിക്കുക, അതുകൊണ്ട് ഇങ്ങനെ ആക്കണെന്ന് ഏറ്റവും കേൾക്കണ്ട. നേരെ ഇന്നലെ വന്നിട്ട് നേരെ വിളിച്ച് നേരെ ഇങ്ങനെ എണീറ്റ് വന്നിട്ട് ഒരറ്റ എന്നിട്ട് മുഖത്ത് മാമ്പും. എന്താ പേടിന്ന് ഏറിയടെ? ഒരു പ്രാവശ്യം ചോദിക്കാം, ഒരു ഉരുള സ്നേഹത്തോർക്കണേ. നീ അമ്മേനെ വന്നിട്ട് ഹഗ് ചെയ്യുന്നില്ലേ? വായ് எப்படி இருக்குது அம்மா? லாஸ்ட் டைம் ஆறு காரணம் உங்களுக்கு எப்படி வலி இருந்தாலும் நான் வந்து தடவி தர்றேன், நான் வந்து கிஸ் கொடுக்குறேன், நான் கடல் பண்றேன். ஆனா அவங்க குழந்தை பசங்களை எல்லாம் பாருங்களே, கிஸ் இல்லை, எதுவுமே இல்லை. ஆமாங்க, தமிழ் தான். പുറിഞ്ഞതാ കണ്ണാ? നീ എന്നെ ഹഗ് ചെയ്തോ? വേണ്ട, മോന് വന്നു കഴിഞ്ഞാലേ ഞാൻ തന്നെ എല്ലാം ചെയ്യേണ്ടി വരും. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇത് വന്ന് ഛർദിച്ച് കിടക്കുമ്പോ ഇന്നെ പിന്നിന്ന് ക്രൂശിച്ചവളാണ്. എനിക്ക് രണ്ട് മണിക്കൂർ എടുത്തു ഞാൻ ആ ടോയ്ലറ്റ് ഈ ഛർദിച്ച് അവശനായിട്ട് ഇതിനേക്കാളും പരുവത്തിലിരുന്നപ്പോ ആരുടെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്ത്? അത് മോൻ ഛർദിച്ച ടോയ്ലറ്റ് അല്ലേ? അതിനെ ഞാനും ആ നേരത്തെ അവിടെ ഇപ്പൊ നീ ഛർദിച്ചിരുന്നെങ്കിൽ എന്റെ മേത്ത് ഛർദിച്ച് എസ്മ അപ്പി ഇട്ട് പിങ്ങു ഇല്ലേ പിങ്ങു. അത് കഴിഞ്ഞിട്ട് നീ വന്നാ? അത് കഴിഞ്ഞിട്ട് അടുത്ത ആൾക്ക് തുടങ്ങി. എല്ലാരെയും ഞാനല്ലേ നോക്കിയത്. ബാക്കിയുള്ളവരെ തല കറങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴും എന്റെ മനസ്സിൽ ചിന്ത ഇതാരും കഴുകില്ലല്ലോ, ഞാൻ തന്നെ. ഇവിടത്തെ നെടുന്തൂണ് ഞാനാ, പറയണ കേൾക്കുമ്പോ നീയാന്നാ. ആരെ കുട്ടിക്ക് ചോറ് കൊണ്ട് നിന്നേ? ആരെ കുട്ടിക്ക് അടയെടുത്ത് തന്നേ? ഞാൻ ചോറുണ്ടിട്ടില്ല. ആ, ഞാൻ ഓഫർ ചെയ്താ. മോന്റെ തലയിൽ മറ്റേ ഐഷു വന്നിട്ട് ഇങ്ങനെ ആക്കണത്. ഐഷുവാ? ആ, ആന്റെ അനീറ്റിയെ. എന്നിട്ട് അവളെ കണ്ട എന്നെ പോലെ ഉണ്ടെന്ന്. ഉറങ്ങാൻ പോണേക്കാളും മുന്നേ ഒരു കമന്റ് വായിച്ചിട്ട് പോവാട്ടാ. ഹാപ്പി ബർത്ത്ഡേ പ്രിങ്ങോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രിങ്ങോ, ദേ ഓൾ സെഡ് ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു ഇല്ലേ? ഓക്കെ, അത് കോട്ടുവായ ഇട്ടപ്പോ കണ്ണ് അറിഞ്ഞാന്ന്. നിമിഷ കണ്ണിൽ ഞാൻ കുത്തു തരൂട്ടാ, ഉള്ള കാര്യം പറഞ്ഞേക്കാം. നിമിഷ M7 ഇന്നാള് നിമിഷയുടെ തന്നെ വായിച്ച നിമിഷ നിമിഷ മീൻ പിടിക്കാൻ പോണ ആളുടെ വിഷമമൊന്നും കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് ഒരു വർഷത്തിൽ ഒരു തവണ ആ മീൻ പിടിക്കാൻ പോകാൻ പറ്റുള്ളൂ. ആയിക്കോട്ടെ ഇട്ടിട്ട് യോൺ ചെയ്തിട്ട് കണ്ണ് നിറഞ്ഞേ. People thought dad was crying. Stop watching our videos now. ഞാൻ പറഞ്ഞത് ഇനി എന്റെ വീഡിയോ കണ്ടാണ്. ഞാൻ കോട്ടുമായിട്ടല്ല അത് ശരിക്കും കാര്യം. ഞാൻ എപ്പോ കരയണം? എനിക്കത് ആലോചിച്ച അപ്പൊ കരച്ചിൽ വരും. കണ്ണിൽ വെള്ളം വന്നു കേട്ടോ. എനിക്കിങ്ങനെ കരച്ചിട്ട് കണ്ണിൽ വെള്ളം പതിപ്പിക്കാൻ അറിയാം. കാപ്പി ബിങ്കുന് നിമിഷ ഓക്കെ, താങ്ക് യു. ഫൈനലി എൻ്റെ കൂടെ ഉറങ്ങാനായിട്ട് ഗോൾഡ് എത്തി കൈ. അങ്ങനെ ഗോൾഡേക്കും പവർ നാപ്പ് ടൈം.
ഗോൾഡിക്ക് പവർ ലേശം കൂടുതലായി. അയ്യോ പുറകില്ലേലും എനിക്ക് പനിക്കും പെട്ടെന്ന് തന്നെ. അയ്യോ പനി വരാൻ കാത്തിരിക്കുന്ന കുടുംബം. അപ്പൊ റിയൽ പനി വന്നാലോ? 2 ബ്ലാങ്കറ്റും കൂടി എന്റെ മേത്ത് കൂടെ ഇടുവോ? നീ ഒരു കാര്യം ചെയ്ത ഈ കട്ടിലിന്റെ അടിയിൽ കിടന്നോ? കരടല്ലേ എന്റെ ഊളെ നോക്കിയാണ്. അതാകുമ്പോ ആവശ്യത്തിന് തണുപ്പ് പോയി ചൂട് പോയി. ഇവിടെ സിക്കായി കിടന്നപ്പോ ആരുടെ പ്രിങ്ങ് സിക്കായി കിടക്കല്ല, മെഴുകായിരുന്നു ഇവിടെ. നല്ല മാനേഴ്സ്. പിങ്ങു ഇന്നോട്ട് ഇവിടെ കിടക്കണ്ട കേട്ടോ. ഇവിടെ കിടന്നിട്ട് വർത്താനം പറഞ്ഞ കിട്ടില്ലേ ആ ഷൂസ് ചെരുപ്പ് കേട്ടോ, സോക്സ് ചെരുപ്പിട്ടിട്ട് സോക്സ് ഇതിന്റെ മുകളില് ഞാൻ തുപ്പു. സ്വന്തം വീഡിയോ ഇരുന്ന് കാണുക ബർത്ത്ഡേയുടെ, എന്നിട്ട് ഇങ്ങനെ കാലുമോ കാലം കേട്ടിട്ട് ആസ്വദിക്കുന്ന. അമ്മയും അച്ഛനും ഉറങ്ങി എഴുന്നേറ്റു. ഹൗ ആർ യു? ഓക്കെ, കുറച്ച് ബെറ്റർ ആയാ? പറയാൻ പറ്റില്ല. അല്ല ഇപ്പോഴത്തെ അവസ്ഥ എന്നിട്ടാ? ഇപ്പൊ ഓക്കെയാണോ? പനി കുറവുണ്ടോ? പനി ഇപ്പൊ കുറവുണ്ട്. പിന്നെ എനിക്ക് ഭക്ഷണം കഴിക്കാത്തതിന്റെ ടയർഡ്നെസ് ആണോ? ലാംഗ്വേജ് പ്രോബ്ലം ആണോ? ഇന്നസെന്റ് ചോദിക്കുന്ന പോലെ കുട്ടിക്ക് എന്താ ലാംഗ്വേജ് പ്രോബ്ലം ആണോ? ഇംഗ്ലീഷ് അറിയില്ലേ? ഞങ്ങളുടെ ഈ ലാംഗ്വേജ് പ്രോബ്ലം ഉള്ള 2 ബേബീസ് കൂടെ വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ ഞാനേ. ഓക്കെ, നമ്മുടെ ഡിന്നറിന് കുറച്ച് ലിവർ, എന്താണെങ്കിലും ചിക്കൻ വേവിക്കണം. അപ്പോൾ ചിക്കൻ്റെ ലിവർ അടിയിലിരുന്നിട്ട് വേവട്ടെ. മുകളിലൊരു ട്രേ, പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ഉച്ചയ്ക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ തൈ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ബോൺ എടുത്ത് കളഞ്ഞു. നോ വി ഗോണ കീപ്പ് ഇറ്റ് ലൈക്ക് ദാറ്റ്. കഴിഞ്ഞ പ്രാവശ്യം പ്രിങ്ങു വേവിച്ചത് ഓർക്കണില്ലേ? അതുപോലെ ഇതേ നമ്മുടെ ചിക്കൻ, അടിയിൽ ചിക്കൻ്റെ ലിവർ. ഇനി നമ്മളിതിനെ 200 ഡിഗ്രിയിൽ ഓവനിലിട്ട് കുക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. മേ ബി ലൈക്ക് ഒരു 30 മിനിറ്റ്സ് ബി റെഡി. ബ്യൂട്ടിഫുൾ ചിക്കൻ ഫോർ ഡിന്നർ. 2 ക്രിസ്മസ് അപ്പൂപ്പൻസ് കൂടെ വന്നിട്ടുണ്ട്. എല്ലാവരും കൂടെ ഇരുന്ന് പൊരി തിന്നുക. ഇതൊക്കെ ഇവർക്ക് ചിപ്സ് തിന്നാൻ കൊടുത്തു, അപ്പോൾ പൊരി അവരെന്നെ പറ്റിക്കാനായിട്ട് പൊരി. അങ്ങനെയുണ്ട്. നീ കുട്ടികളെ ചിപ്സ് കാണിച്ച് മറ്റേത് കാണിച്ചു കൊടുത്തിട്ട് പിള്ളേരെ പറ്റിക്കാലടേ നീ. ആണോ എയറമ്മ? എയർമനെ പറ്റിക്കണോ? ആ ആ പൊരി. അവറ്റങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ആ ചെപ്പിൻ്റെ ഉള്ളിൽ വേറെ എന്തോ സാധനം എന്ന് അവർക്ക് അറിയാം. നോക്കുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ പൊരി അതിൻ്റെ ഉള്ളിൽ ഈ കൈയും കൊണ്ട് പോവുക. ആ അതിന് എരിവുണ്ട് പിങ്ങ? ആ വേണ്ട, അത് ഇതാക്കിക്കളയും. എസ്മേ കുട്ടികളെ പറ്റിച്ചാ തരുന്നില്ല ഡോറിത്തോസ്? എന്ത് ഡാഡയ്ക്ക് വേണ്ട? താങ്ക് യു. എൻ്റെ കുട്ടി ഡാഡനോട് വേണമെന്ന് ചോദിച്ചാൽ താങ്ക് യു. ഗുഡ് ഗേൾ ആട്ടാ. ആ അത് ഓക്കെ ഓക്കെ മതി, ഡാടിച്ച മതി. ഡാഡയ്ക്ക് പൊരിയൊന്നും തിന്നാൻ പറ്റില്ല ചേട്ടാ. ആ മതി. അയ്യോ ഇത് കളിയാന്നല്ലേ, തരില്ല കളിയാ. നമ്മുടെ ചിക്കൻ വെന്തു വന്നു കേട്ടോ. അധികം സമയമൊന്നും ആയിട്ടില്ല. ഓൾമോസ്റ്റ് അരമണിക്കൂർ ആകുമ്പോഴേക്കും തന്നെ ചിക്കൻ വെന്തു. ഞാൻ അപ്പോൾ ഇതിൻ്റെ ഇൻറ്റേർണലൊക്കെ ചെക്ക് ചെയ്തു. ഓൾമോസ്റ്റ് 76 ഡിഗ്രി ആയിട്ടുണ്ട് ഇൻറ്റേർണൽ ടെമ്പറേച്ചർ. ഐ ക്യാൻ ഷോ യു വൺ. ഐ ടേക്ക് ദിസ് ദ ബിഗ്ഗസ്റ്റ് വൺ ഹിയർ. ഇതായിരിക്കണം. നമുക്ക് ബോണിനോട് ചേർന്നിട്ട് തന്നെ പോവാം. 79 ആയിട്ടുണ്ട് ഈ പീസ്. 83 ഓൾ ദ വേ ടു ദ ബോൺ. 83. ഇത് നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ഞാൻ എടുത്ത് ഇവിടെ മാറ്റി വെച്ചു. നല്ല കോൺസെൻട്രേറ്റഡ് ചിക്കൻ സ്റ്റോക്കാണ്. ദെൻ ആ ചിക്കൻ നമ്മൾ പറിച്ചെടുത്തു. ഇതിലതിൻ്റെ ടെയിൽ ബിറ്റും എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ഫാറ്റി ബിറ്റ്സാണ്. ഇതിൽ കുറച്ച് ചോറിട്ടിട്ട് പിള്ളേർക്ക് ഇന്ന് ഡിന്നറാക്കാം. ആൻഡ് ഇതിൽ സം മോർ ചിക്കൻ ബാക്കിയുണ്ട്. ഇത് പിച്ചെടുത്തിട്ട് നാളെ പ്രിങ്ങുവിന് ലഞ്ചിന് സെറ്റാക്കാം. സോ ദാറ്റ്സ് അവർ പ്ലാൻ ഫോർ ഡിന്നർ. ഞാൻ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന്. ഈ ഇതിൽ ലേശം ലിവർ അരച്ച് ചേർത്തിട്ടുണ്ട്. കറക്റ്റ് നേരത്തിന് എയർമയ്ക്ക് മണ്ട ഇങ്ങനെ ആക്കുന്നുണ്ട്. എയർമ തിന്നുണ്ട്. ചിക്കനും ചോറും ചോറിൻ്റെ ചാറും അല്ല ചിക്കൻ്റെ ചാറൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ന്യൂട്രീഷൻ ബോംബുകളൊക്കെ എല്ലാം ഉള്ള സാധനം കേട്ടാ. ചിക്കൻ്റെ തന്നെ നെയ്യും എല്ലാം ഉണ്ട് ഇതിനകത്ത്. അവിടെ ക്വയറ്റായിട്ടിരിക്കുന്ന ആൾക്കാരെ നോക്കിക്കോ. അമ്മേരുടെ അടുത്ത് എന്ത് സമാധാനമായിട്ട് ക്രിസ്മസ് ആഘോഷിക്കുന്ന കുട്ടികളാണെന്നറിയാം.
Eira, Esme, ta-ta-da. Kiko. There we go. Okay. Thank you. Thank you. Thank you. കിടക്കാണ് വന്ന ആൾക്കറിയാം കിടക്കണം എന്ന് കുടിക്കാൻ. ഓ കസേരയിൽ ഇരുന്നു അമ്മച്ചി. കുറച്ചും കൂടി കിടന്നോ? ഗുഡ് ഗേൾസ്. ആഫ്റ്റർ ദിസ് ഷവർ ആൻഡ് സ്ലീപ്പോ ട്ടാ. സോ മൈ ഡിന്നർ ടൈം. ഇന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല ഗൈസ്. എൻ്റെ ചിക്കൻ ഓക്കെ നൈസ് 3 pieces ഓഫ് ചിക്കൻ എടുത്തേക്കാം. ദെൻ നമ്മുടെ ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ലേ, ആ സ്റ്റോക്ക് തന്നെ ഞാൻ കുറച്ച് ബട്ടർ ഇട്ടിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ there we go. Sauce. Beautifully. And you pitch five. Okay, nice and juicy chicken. Look. So it's never ever എന്താ പറയുക ഡ്രൈ ആയിട്ടില്ല. അതാണ് നമ്മൾ എപ്പോഴും ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് കുക്കിങ്ങിൻ്റെ പ്രത്യേകത. കണ്ട നല്ല ജ്യൂസി ചിക്കൻ അല്ലേ. നൗ യു ടേക്ക് 1 piece. സോ വെരി തിക്ക് സോസ് ആൻഡ് മൈ ഗോഡ്. ഞാനും നൂനൊന്നും ഇല്ല കേട്ടാ. ഞങ്ങളൊക്കെ തീറ്റ കഴിഞ്ഞതാ ഇടയിൽ വെച്ച് നിർത്തിയോരോ ഞങ്ങള്. അവിടെ തരില്ല എന്ന് പറഞ്ഞാൽ തരില്ല. വലിയ വായാണല്ലോ. എനിക്ക് കുഴപ്പമില്ല കേട്ടോ. എന്താ സൗണ്ട്? അങ്ങനെ പോണ്ട, ഞാൻ തരാം. രണ്ട് ക്യാമറ ഗേളോടും കൂടി പോവാട്ടാ. ആ ശങ്കരാടി മിഥുനത്തിൽ ഇരിക്കുന്ന പോലെ ഗോൾഡ് ഇരിക്കണേ. ഓ ഇനിയിപ്പോൾ നോറയുടെ വൈറസ് എനിക്കും വരണ്ട. വയറൊക്കെ ആകെ കിടത്തി പിടിച്ച പോലെ ഇരിക്കുന്നുണ്ട് കൊണ്ടേ. സമാധാനമുണ്ട്. പോയി എന്താണെങ്കിലും വേണ്ടില്ല, നല്ല ചിക്കനാ അടിച്ചേക്കാം. നിങ്ങൾക്ക് വേണ്ടല്ലോ? നീ ഒന്നും കഴിക്കണില്ല അടാ. ഏറെ സ്മേ കാം ബൈ പറയാം. അപ്പോൾ സിക്ക് ഡേ ആയിരുന്നു ഗായ്സ് ഇന്നപ്പോൾ അതിൻ്റെ ചെയ്യാൻ പോവാണ്. ലുക്സ് ലൈക്ക് നാളെയും കൂടിയും ഗോൾഡ് വീട്ടിലുണ്ടാവും തോന്നുന്നു. സിക്കായാലും വേണ്ടില്ല, നാളെ നമുക്ക് ഗോൾഡിനെ കൊണ്ട് മറ്റേ തിരാമിസ് ഉണ്ടാക്കിപ്പിക്കാം. ഓക്കെ വരുന്നു. ബായോ. ബായ് പറയാം. ബാ. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുപോലെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തോളം കാണാം. അതുവരെയും ബൈ ഫോർ നൗ. ബൈ ബൂം ബാ. ബൂംബാ. ആടെ കൂട്ടത്തില് അവസാനം വായിലേക്ക് വെച്ചോളെ. നിനക്ക് വായിക്ക് വേനുണ്ട്. പാലും കുടിച്ചു, ഡിന്നറും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇവിടെ വന്ന് തുപ്പണേ. എന്താ എവിടെ വേണ്ടിക്കണേ? എന്നാ അയ്യോ ഭക്ഷണം കിട്ടാത്ത വീട്ടിൽ കുട്ടിയാണ്ടോ.